സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് രാജിവെച്ച തൃശൂർ പഴയന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി സി മനോജ് ബിജെപിയിൽ ചേർന്നു. സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ളത് ഇപ്പോൾ ലെവിൻ ചേരുകയാണ്. ലെവിൻ, എന്തായാലും ഈ ഒരു നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി വരുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സ്വാതി, ഇന്നലെ തന്നെ നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പി സി മനോജ്, തൃശ്ശൂരിലെ പഴയന്നൂരിലുള്ള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പി സി മനോജ് പാർട്ടി മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അപ്ഡേഷൻ ആ വാർത്തയിലുള്ളത്. ഇന്നലെ മനോജ് നേതൃത്വത്തോട് പിണങ്ങി മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും മത്സരരംഗത്ത് വിമതനായി ഉണ്ടാകുമെന്നുമായിരുന്നു നമ്മളോട് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം BJP ഓഫീസിലെത്തി പാർട്ടി അംഗത്വം സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായി പഴയന്നൂർ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ വിവിധ സ്ഥലങ്ങളിലായി ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിന്റെ ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ് തന്നെ BJPയിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളത്. ഏതായാലും BJPയെ സംബന്ധിച്ചുകൊണ്ട് ജില്ലയിലുടനീളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുതലാക്കിക്കൊണ്ട് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തങ്ങളോട് അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മനോജിന്റെ കാര്യത്തിൽ പറയുന്നത്, മനോജ് സ്ഥാനാർത്ഥി നിർണയത്തിനായി തന്നെ തഴഞ്ഞു എന്നുള്ള ആരോപണമാണ്. നേതൃത്വത്തോട് പരാതിപ്പെട്ടിട്ടും ഇത് സംബന്ധിച്ച് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം. ഏതായാലും മത്സരരംഗത്ത് താൻ ഉണ്ടാകുമെന്നും പറയുന്നു. വിവിധ സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് BJP ഈ സംഘടനാപരമായി അത് അനുകൂലമാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ തന്ത്രവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ശ്രദ്ധാപൂർവം കാണിക്കുന്നുണ്ട്. സ്വാതി. ശരി ലെവിൻ.